പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. 2026 2020 ലോകകപ്പ് മത്സരം കഴിഞ്ഞു. വിവാദങ്ങൾ ഇവിടെ കൊണ്ടും തീരുന്നില്ലടി. നമുക്ക് 2026 ലോകകപ്പ് എന്ന് പറയുന്നത് മറ്റേതിനേക്കാൾ സന്തോഷമുള്ളതാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. എല്ലാ ലോകകപ്പും നമുക്ക് സന്തോഷമുള്ളതാണ്. പക്ഷേ 2026 ലോകകപ്പിനെ സംബന്ധിച്ച് നമുക്കൊരു പ്രത്യേക മമതയാണ്. ഈ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാളി താരമായ ഫഞ്ചുവാണ്. 3 കളിയിൽ ഏറ്റവും വലിയ സ്കോർ നേടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് നമ്മുടെ ഫഞ്ചുവാണ്. അങ്ങനെ നമുക്കൊരു പ്രിയങ്കരമായാണ്. പക്ഷെ വിവാദങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മൾ നേരത്തെ തന്നെ നമുക്കറിയാം ഫഞ്ചുവിനെ ടീമിലേക്ക് കളിപ്പിച്ചത് ചിലവർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. വടക്കനും തെക്കനും തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ക്രിക്കറ്റിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി എന്താ പറയുന്നത്, ചില ഇതുണ്ട്, ചില പിൻവാതൽ പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കറിയാമല്ലോ, ഏകദിനത്തിൽ ലാസ്റ്റ് സെഞ്ചുറി അടിച്ചിട്ട് അടുത്ത പ്രാവശ്യത്തെ ഏകദിന ടീമിൽ ഫഞ്ചുവിനെ ഉൾപ്പെടുത്തിയില്ല. ഫഞ്ചു അങ്ങോട്ട് കളിപ്പിച്ചത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാതെ തന്നെ ഫഞ്ചുവിനെ ഈ ലോകകപ്പിൽ ഫഞ്ചു കളിച്ചിട്ട് ക്രിക്കറ്റ് ജയിച്ചു എന്ന് ചില ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം പലതുണ്ട്. കാരണം ഫഞ്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അത് നമുക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം സച്ചിൻ തെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള സഞ്ജയ് മഞ്ജരേക്കർ, അതുപോലെ അങ്ങനെ പ്രമുഖ താരങ്ങൾ ഫഞ്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. പണ്ടൊക്കെ പല ഗവാസ്കർ ഉൾപ്പെടെയുള്ള താരങ്ങൾ, ഗവാസ്കർക്ക് എപ്പോഴും ഈ എന്താ പറയുന്നത്, ഒരു ഭാഷാ സ്നേഹമുണ്ട്. അത് പലപ്പോഴും നമ്മൾ കൊണ്ട്. പക്ഷേ ഗവാസ്കർ പോലും അവസാനം പറയേണ്ടി വന്നു, ഫഞ്ചു ഇല്ലായിരുന്നുവെങ്കിൽ കപ്പ് ജയിക്കില്ലായിരുന്നു. ആ അവസ്ഥയിലേക്ക് ഫഞ്ചു കൊണ്ടെത്തിച്ചു. വളരെ സന്തോഷമുണ്ട്. അതിനിടയിലാണ് നമ്മുടെ മുൻ വൈസ് ക്യാപ്റ്റനായ ഗില്ല് ഒരു പോസ്റ്റർ പങ്കുവച്ചു. അതിനകത്ത് ഫഞ്ചു ഇല്ല. 2026 ലോകകപ്പ് നേടിയ ടീമിനെ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഗില്ല് പോസ്റ്റ് പങ്കുവച്ചത്. ഗില്ലിനെ സംബന്ധിച്ച് ഗില്ല് ലാസ്റ്റ് നിമിഷമാണ് ടീമിൽ നിന്ന് പുറത്താകുന്നത്. ഫോമില്ലാതാണ് ഗില്ല് പുറത്താകുന്നത്. ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു. ഗില്ലിന് പകരമാണ് നമ്മുടെ ഫഞ്ചു ടീമിലേക്ക് ഇടം പിടിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സംഭവമുണ്ട്. പക്ഷേ ഈ പോസ്റ്റിനകത്ത് ഫഞ്ചുവിൻ്റെ പടമില്ല. ഫഞ്ചുവിൻ്റെ പടമില്ലാതെ വരുമ്പം മലയാളികൾ വെറുതെ വിടുമോ? നമ്മളാരാ മക്കളല്ലേ? അത് കണ്ടുപിടിക്കുകയും അത് എഡിറ്റ് ചെയ്ത് മാറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷേ അത് പുറകെ രണ്ടുപേരും നിൽപ്പുണ്ട്. അവരുടെ മുഖം വ്യക്തമായിട്ട് കാണാൻ വയ്യ. അതാണ് അവസ്ഥ. എഡിറ്റ് ചെയ്ത് മാറ്റണമെന്നില്ല. ഒരുപക്ഷെ ഫഞ്ചുവിൻ്റെ മുഖം തെളിയാത്ത പോസ്റ്റായിരിക്കാം ഗില്ല് പങ്കുവെച്ചത്. ഇനി ഗില്ല് തന്നെ പങ്കുവെച്ചതാണോ? വലിയ ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർ പങ്കുവെക്കണമെന്നില്ലല്ലോ. ഗില്ല് തന്നെ പങ്കുവെക്കണം എന്നില്ല. ഗില്ല് മനഃപൂർവ്വം പങ്കുവെച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതായാലും സോഷ്യൽ മീഡിയ ഗില്ലിന് പൊങ്കാലയുടെ ആവശ്യമാണ്. കാരണം ഫഞ്ചുവിനെ മനഃപൂർവ്വം ഒഴിവാക്കി, എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി എന്നാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഗില്ലിൻ്റെ ആ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന മിക്കവാറും എല്ലാ കമൻറ്റുകളും അഫൂയ ഇത്രയും വേണ്ട, ഫഞ്ചു ആണ് മാഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗില്ലിനിട്ട പൊങ്കാല തന്നെയാണ് ആ പോസ്റ്റിന് താഴെ കാണാൻ പറ്റുന്നത്. ഞാനതാ പറഞ്ഞത്, ഗില്ല് ആകണമെന്നില്ല. ഗില്ല് മനഃപൂർവ്വം ഫഞ്ചുവിൻ്റെ പടം മാറ്റി വെച്ചിടണമെന്നൊന്നുമില്ല. ഫഞ്ചു ഗില്ലിൻ ഏർപ്പെടുത്തിയ ആരെങ്കിലും ആയിരിക്കാം, മാനേജർമാർ കാണും അല്ലേ. സോഷ്യൽ മീഡിയ അവർക്ക് അതിനുള്ള ടൈം കാണത്തില്ല. ഇത് സോഷ്യൽ മീഡിയ കണ്ടെത്തുന്നത് ഇത് യഥാർത്ഥ ചിത്രമാകാം. പക്ഷെ ഫഞ്ചു ഇല്ലാത്ത പടം എന്തിനു പങ്കുവെച്ചു? എത്രയോ ചിത്രങ്ങളിലുണ്ട് ഫഞ്ചുവിൻ്റെ പടം. ഗില്ല് മനഃപൂർവ്വം ഫഞ്ചുവിനെ അവഹേളിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഫഞ്ചു മോഹനെയാണല്ലോ ഗില്ല് പുറത്താകുന്നത്. ഇനിയും അടുത്ത കാലത്തൊന്നും ഗില്ലിന് ഒരു പക്ഷേ ടീമിലേക്ക് തിരിച്ചു വരവ് ഉണ്ടാകത്തില്ല. ലോകകപ്പിന് മുമ്പ് ഗില്ല് തന്നെയായിരുന്നു വൈസ് ക്യാപ്റ്റൻ. ഗില്ലിൻ്റെ ഫോം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം നിരന്തരമായ പ്രേക്ഷകരുടെ പൊങ്കാല കാണുമ്പോഴാണ്
ഗില്ലിനെ മാറ്റി അവിടെ ഫഞ്ചു കൊണ്ടുവരുന്നത്. ഫഞ്ചു ആ പരമ്പരയെ പരാജയപ്പെടുകയൊക്കെ ചെയ്യും. എന്നാലും ബെഞ്ചിലിരുത്താം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഫഞ്ചുവിനെ ഇറക്കിയത്. പണ്ട് പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്, വെള്ളം കൊടുക്കാനും ഒക്കെ ഫഞ്ചുവിനെ ഇറക്കുക. ഫഞ്ചു അത് മാനസികമായിട്ട് തകർന്നു പോയ സന്ദർഭങ്ങളാണ്. പക്ഷേ ലാസ്റ്റ് 3 കളിയിൽ ഫഞ്ചു ഇറങ്ങേണ്ടി വന്നു. പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് ടീം വന്നപ്പം ഫഞ്ചുവിനെ എന്തുകൊണ്ട് ഇറക്കുന്നില്ല എന്ന് ആരാധകർ ചോദിച്ചപ്പം ഫഞ്ചു ഇറങ്ങി. പിന്നെ ഇന്ത്യൻ ടീമിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അത് ഗില്ലിന് അസൂയ ഉണ്ടാക്കിയോ? ചിലപ്പോൾ ഉണ്ടാക്കുമ്പോഴേ വലിയ ആൾക്കാർക്കൊക്കെ അസൂയയും കുശുമ്പൊക്കെ ഉണ്ടാകും അല്ലേ? ഇതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തുന്നത്. ഒരുപക്ഷെ ഇതൊന്നും ഗില്ല് അറിഞ്ഞ് കാണത്തില്ല. ഏതായാലും മലയാളികൾ ഗില്ലിന് പൊങ്കാല നേർന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പോസ്റ്റിന് താഴെ കാണുമ്പോൾ എല്ലാം മനസ്സിലാകുന്നത്. ഫഞ്ചുവിന് അത്രമേൽ ആരാധകരുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ പ്രദേശങ്ങളിലും ഫഞ്ചുവിന് ആരാധകരുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫഞ്ചുവിൻ്റെ ആ രീതിയാണ്. ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവരോടും സ്നേഹത്തിൽ ഇടപെടുന്ന ഫഞ്ചു. കോഹ്ലി, രോഹിത്, സച്ചിൻ എന്ന് വേണ്ട പ്രമുഖരായ താരങ്ങളെല്ലാം ഫഞ്ചുവിനെ വാനോളം പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടു. അതാണ് ഫഞ്ചു. അതാണെടാ ഫഞ്ചു. വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം.